എന്തോ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ആദ്യം നമ്മൾ ആരെയാ പുറത്ത് ഇടാൻ പോകുന്നത്? നമുക്ക് അടൂർ ഭവാനി ചേച്ചിന്ന് തുടങ്ങിയാലോ? മക്കള് കരയാതെ സമാധാനപ്പെടും. എന്റെ അമ്മൂമ്മ നോക്കിക്കോളാം. അവിടെ ലക്ഷണോ മാറത്തവാനോ. അടിപൊളി. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ചേച്ചി കൈക്കോട്ടും കണ്ടിട്ടില്ല പോലത്തെ പാട്ട് പാടുന്നത്. ബ്രേക്ക് ആയിരുന്നില്ലേ ചേച്ചിക്ക് അത്? ആ ശരി, നീണ്ട ബ്രേക്ക്. പെട്ടെന്ന് ഇത്രയും എനർജി ആയിരുന്നു ചേച്ചി. എനിക്കിപ്പോ ചേച്ചി ഒരു ആഗ്രഹമുണ്ട് ചേച്ചി. ഈ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രസംഗമാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം. എനിക്ക് ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ് പാടണം. പാട്. സന്തോഷമായി. ഹായ് ഹായ്. വരുന്നില്ല. പാട്. മണ്ണിൽ പതിഞ്ഞ രാത്രി. അടിപൊളി സാധനം ചേച്ചി. അത് ഞങ്ങൾ അങ്ങോട്ട് ഗായത്രി വീണ ദാസേട്ടനെ സമർപ്പിച്ചു. അതെ, തിരിച്ച് വായിലും തന്നു നമുക്ക്. അതെ, വീണ തന്നിരുന്നോ? വീണ തന്നില്ല, അത് ജയറാമേട്ടൻ തന്നു. അതെ, അങ്ങോട്ട് കൊടുക്ക, ഇങ്ങോട്ട് വാങ്ങ, കൊടുക്ക വാങ്ങി തന്നെ. സരിഗമ രേഗമപ ഗമപദ മപദനി ഗരി റിസ സനി നിദ ദപഗരി റിസ സനി നിദ ദപഗരി റിസ സനി നിദ ദപഗരി സനി ദപ സരിഗമപ രേഗമപദ ഗമപദനി ഗരി സനി ദരി സനി ദപ സനി ദപദ. ഹലോ, ഹായ്, നമസ്കാരം. ഇപ്പൊ നമ്മള് ക്യാമറയിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മളിത് എവിടെ ഇരിക്കുന്നത്, വല്ല അമ്പലത്തിലാണോ മണ്ഡപത്തിലാണോ എന്നൊക്കെ. നമ്മളിപ്പോ ആക്ച്വലി ഇരിക്കുന്നത് വൈക്കത്താണ്. വൈക്കത്ത് ഇത് ആരുടെ വീട്ടില് ഇരിക്കുന്നത്? ചേച്ചി, ചേച്ചി എന്തോ. നമസ്കാരം. നമസ്കാരം. അയ്യടാ, നമ്മൾ കുറെ നാളെ ആക്ച്വലി ഫോണിലൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ, റേഡിയോയിലൂടെ കേൾക്കണ്ടായിരുന്നു. ശരിയായിരുന്നു. ആദ്യം ചേച്ചി മറ്റേ കാര്യം പറ, നമ്മൾ എങ്ങനെ പരിചയം എന്നുള്ളത് പറ. നമ്മള് ക്ലബ് എഫ്എമ്മിലൂടെ അല്ലേ പരിചയപ്പെട്ടത്? കബഡി കബഡി എന്നുള്ള പ്രോഗ്രാം. അതിലൂടെ ഇങ്ങനെ കുസൃതി ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കോമഡി പരിപാടിക്ക് ഞാൻ ഫോൺ ചെയ്ത് ചേട്ടന്റെ പേര് ഇങ്ങനെ പറഞ്ഞു, ഗദ്ദാഫി എന്നൊക്കെയാണ് പേര്. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. റേഡിയോയിലൂടെ. എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സൂപ്പർ പരിപാടിയല്ലായിരുന്നു. അവസാനം നമ്മൾ കണ്ടുപിട്ടിയൊക്കെയാണ് ഗൈസ്. ചേച്ചി ഒരുപാട് സന്തോഷം കാണുന്ന സമയത്ത്. എനിക്ക് സന്തോഷം. ചേച്ചി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷവതി ആയിട്ടിരിക്കുന്നു. നമുക്ക് തുടങ്ങല്ലേ? പിന്നെ അന്ന് പിന്നെ ചേച്ചിയുടെ മാസ്റ്റർ പീസ് ഐറ്റം പാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഏത് പാടണം? ചേച്ചിക്ക് എന്നെ കാണുമ്പോ പാടാൻ തോന്നുന്ന പാട്ട് ഏത്? ആ പാട്ട് പാടിക്കോ. കൈക്കോട്ടും കണ്ടിട്ടില്ല, അത് മാത്രം ചേച്ചി പറയരുത്. എന്നെ കാണുമ്പോ അത് പാടില്ല. പിന്നെ എന്നാ പാടേണ്ടത്? ഏതാ പാട്ട് ചേച്ചിക്ക് ഇപ്പൊ പാടാൻ തോന്നുന്നു എന്നെ കാണുമ്പോ? സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, മധുരാപുരി സദന മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, മധുരാപുരി സദന മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. താങ്ക് യു. വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ പറയായിരുന്നു അച്ഛനോടൊക്കെ. ഇവിടെ വന്ന സമയത്ത് തൊട്ട് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ. എല്ലാരും പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ആക്ച്വലി ചേച്ചിയുടെ മ്യൂസിക് ക്ലാസ്സിലാണ് അല്ലെ? ക്ലാസ് നടക്കുന്ന മണ്ഡപത്തിലായിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് വീട്ടില് പ്രൈസോട് പ്രൈസാണ് അല്ലെ? സമ്മാനം തന്നെ ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. ഫുൾ ഓഫ് സമ്മാനങ്ങളാണ്. അതിന് കുറെ ഇവിടെ വാദ്യോപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. വീണയുണ്ട്, വയലിനുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, തുടക്കത്തില് എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന എപ്പോഴും? അത് അച്ഛനും അമ്മ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആക്കിയതാ.
ചേച്ചിനെ കാണുമ്പോൾ നമുക്കും ഹാപ്പിയാണ്, ചേച്ചി പകരുന്നതും ഹാപ്പിനെസ് ആണ്, ഫുൾ ഓഫ് ഹാപ്പി. ചേച്ചിനെ ചിരിച്ചിട്ടല്ലാതെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതാണ് ജനങ്ങളുടെ സപ്പോർട്ട്, അച്ഛനമ്മയുടെയും ജനങ്ങളുടെയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആക്ച്വലി ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്, നമുക്ക് എല്ലാവർക്കും പാട്ടുകാരിയായിട്ടുള്ള ഗായികയായിട്ടുള്ള വിജയലക്ഷ്മി നേരിട്ട് അറിയുന്നത്, പക്ഷെ ചേച്ചിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടല്ലേ ചേച്ചി? ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ ചേച്ചി പറയുമായിരുന്നു ചേച്ചീന് ഇങ്ങനെ കുറെ ആൾക്കാർ അനുകരിക്കുമെന്നൊക്കെ അല്ലേ. ആദ്യം നമുക്കിപ്പോ നമ്മൾ ആദ്യം പുറത്ത് ഇടാൻ പോകുന്നത് നമുക്ക് അടൂർ ഭവാനി ചേച്ചി തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ചേച്ചിനെ അടൂർ ഭവാനി ചേച്ചിനെ ഒന്ന് അനുകരിച്ചേ. മക്കള് കരയാതെ സമാധാനപ്പെടും, അല്ല അമ്മൂമ്മ നോക്കിക്കോളാം. അവിടെ ലക്ഷണോ മാറത്തവാനോ. അടിപൊളി. ഇനി എടുക്കാറോ? എനിക്ക് തോന്നുന്നു ഇനി മെയിൽ വോയിസ് ഒക്കെ ചേച്ചി എടുക്കും അല്ലേ? മെയിൽ വോയിസ് ആരും എടുക്കുന്നത്? ഇന്നസെന്റ് ഏട്ടൻ എടുക്കും ആദ്യം. ഇന്നസെന്റ് രാഘവോ, ഇനി നീ ഈ പരിപാടി തീർന്നിട്ടില്ലല്ലേ? ഇത് എപ്പ തീരാനേത്? എന്ത് രാഘവോ? ഇനി ആരാ നമ്മളെ സ്റ്റോക്കിലുള്ള? ഫിലോമിന ചേച്ചി ഉണ്ട് അല്ലേ? ഫിലോമിന ചേച്ചി ഉണ്ട്. എന്താണ് ചെക്ക നീ അവന് കൊടക്കടാ നീ? എന്താണ് ചെക്ക ഇത്? നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തീ നിന്നെ കരകയറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. അല്ല ഞാനെന്താ ഈ പാർന്നത്? 3 നേരം വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടുന്ന ഈ സ്ഥലം നരക? നമുക്ക് പരമേശ്വര മാറ്റിക്കോട്ടോ. ഞാൻ പാടി തിരിച്ചെടുത്തിരിക്കുന്നു. ഈ നരകത്തി ഈ സ്വർഗത്തി ഇന്ന് എന്നെ കരകയറ്റിയിടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭോ. സർവകലാവല്ലഭയാണല്ലേ, സകലകലാവല്ലഭ എന്നൊക്കെ പറയുന്നത് അല്ലേ ചേച്ചി? നമുക്കൊക്കെ ചേച്ചീനെ ആദ്യം ഈ സിനിമയിൽ വന്ന് നമ്മള് പരിചയപ്പെടുത്തുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചത് ക്ലാസിക്കൽ മാത്രം പാടുന്ന ഒരു ഗായിക ആയിരിക്കും എന്നാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയേ മറിച്ചു. സ്ലോ പാട്ട് വേണോ എന്നാ പിടിച്ചോ, ഫാസ്റ്റ് വേണോ എന്നാ പിടിച്ചോ. ചേച്ചി ഏതാ ശരിക്കും പാടും ഇഷ്ടം? ഏതാ? ക്ലാസിക്കൽ ആണോ, സ്ലോ ആണോ, അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പർ ആണോ? പ്രധാനമായിട്ട് ക്ലാസിക്കലാണ്. അത് കഴിഞ്ഞിട്ട് മറ്റെന്തുകൊണ്ട് ഏറ്റവും നമ്മളെ ഞെട്ടിച്ചറിഞ്ഞ പാട്ട് ഏതായിരുന്നു അറിയോ? നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ചേച്ചി കൈക്കോട്ടും കണ്ടിട്ടില്ല പോലത്തെ പാട്ട് പാടുന്നു. ബ്രേക്ക് ആയിരുന്നില്ലേ ചേച്ചിക്ക് അത്? നീണ്ട ബ്രേക്ക്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് നമ്പർ പാടാൻ ചേച്ചിനെ വിളിച്ചു തുടങ്ങി. അതെ മറ്റേ സ്വപ്നസുന്ദരി ഐറ്റം സോങ് ഒക്കെ നമ്മൾ പാടുന്നു ഇപ്പൊ. ഇപ്പൊ ഫാസ്റ്റ് നമ്പർ പാടാൻ പറഞ്ഞ ചേച്ചി ഇത് പാട്ട് ആദ്യം പാടുക. ഞാൻ സ്വപ്നസുന്ദരി ആയിക്കോട്ടെ. അതെ. സ്വപ്നസുന്ദരി നാൻ താനേ, നാ സ്വപ്ന ലോകത്തിൻ തേൻ താനേ. സ്വപ്നസുന്ദരി നാൻ താനേ, നാ സ്വപ്ന ലോകത്തിൻ തേൻ താനേ. റാന്തൽ മിന്നലിലെ ജോലിപ്പേനേ, സോമ്പൽ ഇല്ലാമലേ കളിപ്പേനേ. തീണ്ടും ഇൻപം വീണ്ടും വീണ്ടും தோண்டும் நெஞ்சில் தோன்றும் 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 ஆனந்த சொப்பன சுந்தரே. உங்கள் சோகம் கலைக்கும் கலைக்கும் மந்திரே. ஆனந்த சொப்பன சுந்தரே. உங்கள் சோகம் கலைக்கும் கலைக்கும் மந்திரே. ഇത്ര എനർജി വരുന്നത് ചേച്ചി. എല്ലാരും ചോദിക്കാറില്ലേ ഇത് എന്താ ശബ്ദം എന്ന് ചോദിക്കാറില്ലേ? എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലേ, ഭഗവാന്റെ ജഗദീശ്വരന്റെ. സത്യം പറഞ്ഞാൽ എന്താ നമ്മുടെ ശബ്ദത്തിന് വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്? യൂഷ്വലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് വെറ്റിലൊക്കെ കഴിക്കും. വെറ്റില കഴിക്കും ശബ്ദത്തിന് വേണ്ടിട്ടാ? അതെ. പിന്നെ ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചപ്പോ ചേച്ചി പറയുന്നത് ഐസ്ക്രീം ഒന്നും തൊടാറേ ഇല്ല. ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഒരു ആഗ്രഹം തോന്നിയ ഒരു സ്പൂൺ എങ്ങാനും ഒന്ന് കഴിച്ചെങ്കിലേ ഉള്ളൂ. എങ്ങാനും എനിക്കിപ്പോ ചേച്ചി ഒരു ആഗ്രഹമുണ്ട് ചേച്ചി. ഈ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രസംഗമാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം. എനിക്ക് ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ് പാടണം. സന്തോഷമായി. നമുക്ക് രണ്ടുപേർ കൂടെ ഏതെങ്കിലും ഒരു പാട്ട് പാടാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പറയൂ സർക്കാരി. പാട്ട് കേൾക്കാനായി കൊതിച്ചിരിക്കുകയാണ്. മറ്റേ പാട്ട് പാടാം ചേച്ചി. അനുരാഗ അത് പാടിയാലോ? പാടാം. അടിപൊളി സാധനം. ചേച്ചി തുടങ്ങി. രഘുവിന്റെ പാട്ട് കേൾക്കണം ഭയങ്കര ആഗ്രഹം ചേച്ചി. ഞാൻ പാടുന്ന ചേച്ചി എപ്പോഴാ കേട്ടിട്ടുള്ളത്? അല്ല ഒന്ന് കേൾക്കാൻ ഒന്നും പാടിയിട്ടില്ല, ഒന്ന് പാടണം. എന്റെ ഭയങ്കര മുജ്ജന്മ സുഹൃത്തായിരിക്കും ചേച്ചിയുടെ കൂടെ ഒരു ഡുവറ്റ് പാടി കഴിഞ്ഞാൽ. തുടങ്ങാം. പാടാം. അനുരാഗലോലഗാത്രി വരവായി നീ
അയ്യോ വരുന്നില്ല ചേച്ചിക്ക് ചേച്ചിയുടെ മുന്നിലേക്ക് എനിക്ക് വിറയ്ക്കുന്നു അനുരാഗലോലഗാത്രി വരുന്നില്ല പാട് വരവായി നീലരാത്രി അനുരാഗ പാടുലഗാത്രി പാട് എന്തിനു പേടിക്കും വരവായി നീലഗാത്രി അടുത്തത് പിന്നെന്താ അയ്യോ എന്നാണ് മണ്ണിൽ പതിഞ്ഞ രാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി പേടിച്ചിട്ടാന്നേ ഒരു കുഴപ്പമില്ല താർക്കുന്നു കുഴപ്പമില്ലല്ലോ ഒരു വിഷയമില്ല അടിപൊളിയായിരുന്നു ഈ ശ്രുതി എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അവസാനല്ല എന്നാലെന്താ ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റിയല്ലോ ഗദ്ദുവിന്റെ കൂടെ നമുക്കും പാടാൻ പറ്റി ചേച്ചി ഭയങ്കര സന്തോഷം എനിക്ക് പണ്ടേ ഇഷ്ടമാട്ടോ ഗദ്ദുവിന്റെ എന്നെ സൂപ്പർ പരിപാടിയാണ് ക്ലബ് എഫ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറ ഇവരിത് കട്ട് ചെയ്ത് കളയും സ്വാധീനങ്ങളാം. എന്നാലും ഞങ്ങൾ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലബ് എഫ് എമ്മില് എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ ചേച്ചി എപ്പോഴും വിളിക്കുമായിരുന്നു. ചേച്ചിയുടെ കോള് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷമാണ്. വൈക്കം വിജയലക്ഷ്മി നമ്മൾ എന്നിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് പുറത്താരും പറയേണ്ട. വൈക്കം വിജയലക്ഷ്മിയുടെ നമ്മള് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം ചേച്ചി വിളിക്കുന്ന സമയത്ത് ചേച്ചിയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയും കോൾ നമ്മൾ എടുക്കാറില്ല. ചേച്ചിയുടെ കോൾ ആദ്യം എടുക്കുക. ഒരു സംഭവം ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഈ ഇൻസ്ട്രുമെന്റ് കസൂല് വെച്ചിട്ടുള്ള ചേച്ചിയുടെ പാട്ട് നമ്മളിത് സ്റ്റേജിലൊക്കെ ചേച്ചി പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ലൈവ് ആയിട്ട് ചേച്ചിയുടെ മുൻപിൽ ഇരുന്നത് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് വേണ്ടി പാടി തരുവാ? പാടാലോ, വായിക്കാലോ. ഏത് പാട്ട് ഇപ്പൊ കേൾക്കാം ഇതില്? നമ്മുടെ ജിങ്കനമണിയിലൊക്കെ ഓരോരുത്തർ എല്ലാവരും വായിക്കുന്നുണ്ടല്ലോ. ഞാൻ സിനിമയിലൊക്കെ വായിച്ചിട്ടുണ്ട്, കച്ചേരി നടത്താറുണ്ട്. എന്തായാലും കൊള്ളാം, നമുക്കത് ചൂടോട് കൂടി കേൾക്കാം. എന്റെ സ്റ്റുഡന്റ് സൗമ്യ വായിക്കും. ഞങ്ങൾ കസു ഡിവൈറ്റ് ഒക്കെ വായിക്കും. സ്മ്യൂളിൽ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ചേച്ചി പാടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ ഇൻസ്ട്രുമെന്റിനെ പറ്റി അറിയുന്നത് പോലെ എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്കൊക്കെ മലയാളികൾക്ക് ആക്ച്വലി ഇത് പരിചയപ്പെടുത്തി തന്നെ ചേച്ചിയാ. അത് ശരിയാ, റഷ്യൻ ഉപകരണമാണ്. റഷ്യയിലൊക്കെയാണ്. അതെ, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് മേടിച്ചപ്പോ തുടങ്ങാം. ഇതുപോലെ നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ദാസേട്ടൻ നമുക്ക് ഒരു വയലിൻ ഗിഫ്റ്റ് ചെയ്തിട്ടില്ലേ? അത് ഇതാ വയലിൻ ഇപ്പോഴുണ്ട് ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് വായിക്കാൻ അറിയാൻ അതെന്താ ചേച്ചി അപ്പൊ പഠിക്കാഞ്ഞ് വയലിൻ വാങ്ങിച്ചു തന്നിട്ട് ബാക്കി എല്ലാ ചേച്ചി വീണ വായിക്കുന്നുണ്ട്, കീബോർഡ് വായിക്കുന്നുണ്ട്. അതെന്തോ ഇച്ചിരി പണിയാട്ടോ, പോയിട്ട് ഒരക്കുന്ന കാര്യങ്ങളും പിന്നെ കൈയുടെ സീനാണോ? ഇച്ചിരി സീനാണ്. ഞാൻ വിട്ട് പിന്നെ ജയറാമേട്ടൻ വീണ് തന്നു. ഞാനിങ്ങനെ ചോദിച്ചപ്പോഴാ പറയുന്നത് ജയറാമേട്ടൻ തന്നു. ദാസേട്ടൻ പിന്നെ വേറെന്ത് ഒരു ഇൻസ്ട്രുമെന്റ് കൂടെ തന്നില്ലേ ഡിസൈൻ ചെയ്യിച്ച്? അത് ഞങ്ങൾ അങ്ങോട്ട് ഗായത്രി വീണ ദാസേട്ടന് സമർപ്പിച്ചു. അതെ, തിരിച്ച് വയലിൻ തന്നു നമുക്ക്. അതെ, വീണ തന്നിരുന്നോ? വീണ തന്നില്ല, അത് ജയറാമേട്ടൻ തന്നു. അങ്ങോട്ട് കൊടുക്ക, ഇങ്ങോട്ട് വാങ്ങ, കൊടുക്ക വാങ്ങി തന്നെ. ചേച്ചി ഇതുപോലെ മദ്ദളം അല്ലേ? മദ്ദളമാണോ തബലയാണോ വായിക്കുന്നത്? എല്ലാം വായിക്കും. മൃദംഗം, തബല, ഘടം, കീബോർഡൊക്കെ വായിച്ചു. എല്ലാം വായിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ വായിക്കാത്തത് ഇനി വയലിൻ മാത്രമേ ഉള്ളല്ലേ? ഞാനിങ്ങനെ അച്ഛനോടും അമ്മയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മൾ 1.5 വയസ്സിൽ തുടങ്ങിയതാണ് പാട്ട് പാടുന്നത്. അതെ അതെ. ചേച്ചിക്ക് ഓർമ്മയുണ്ട് ആദ്യം പാടിയ പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ട്? ഞാനൊരു സിന്ധ. ആ പാട്ട് ചിത്രചേച്ചിയുടെ പാട്ട് പാടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ പാട്ട് പാടാൻ പറ്റുമോ?
ഞാൻ ജനിച്ചത് തന്നെ വിജയദശമി നാളിലാണ്. ഞാൻ ചോദിക്കാൻ അറിയാലോ, അതുകൊണ്ടാണോ വിജയദശമി ദിനത്തിൽ ജനിച്ചോണ്ടാ വിജയലക്ഷ്മി എന്ന് പേരിട്ടെ? ആണല്ലേ? ഓക്കെ, എന്നാ വിജയദശമി ദിനത്തിൽ പാടിയ ജനിച്ച ചേച്ചി പാടിക്കേ, ആ പാട്ട് പാടിക്കേ, ആദ്യം പാടിയ പാട്ട്. ആയിക്കോട്ടെ. നാനൊരു സിந்து കാവടി ചിந்து, நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை, தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை, தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. നമ്മളുടെ അച്ഛൻ തൊട്ടപ്പുറത്തിരിപ്പുണ്ട് വിജയലക്ഷ്മി ചേച്ചിയുടെ. അച്ഛൻ ഒന്ന് ഇങ്ങോട്ട് വരുമോ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി അച്ഛനോട് ചോദിക്കാനുണ്ട്. എന്റെ പിറന്നാൾ ഒക്ടോബർ 7 ആട്ടോ, 1981 ഒക്ടോബർ 7 ആണ് ജനിച്ചത്. അടിപൊളി. ഇതാണ് നമ്മളുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ അച്ഛൻ. നമ്മൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ചേച്ചിനേക്കാൾ കൂടുതൽ ചേച്ചിയുടെ അച്ഛനോടാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് വേണ്ടിയിട്ട് എപ്പോഴും കൂടെ പോകുന്നതും ചേച്ചിക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും അച്ഛനും അമ്മയും എല്ലായ്പ്പോഴും ഉണ്ടാവും. എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും. അച്ഛന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് മുരളീധരൻ. അമ്മയുടെ പേര് വിമല. നമ്മളിങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറയുന്നത് എന്താണ്, കുടുംബം മൊത്തം സംഗീതമാണ് അല്ലേ? എല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാ. അച്ഛൻ എപ്പോ തൊട്ടാ ചേച്ചിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉറങ്ങി കിടക്കുന്ന ഒരു ഗായിക ഉണ്ടോ? അത് 2 വയസ്സ് മുതലേ അറിയാം. പിന്നെ ഞങ്ങൾക്കൊക്കെ സംഗീതത്തിൽ ഇത്തിരി വാസനയുള്ള കാരണം ഇതിന്റെ കാര്യം എന്താന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതനുസരിച്ച് ഞങ്ങള് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. 2 വയസ്സ് തൊട്ടേ ചേച്ചി പാടുമായിരുന്നു? അപ്പൊ അതെ, നന്നായിട്ട് പാടുമായിരുന്നു. നന്നായിട്ട് പാടും. അയ്യോടാ, അച്ഛൻ സ്ഥിരമായിട്ട് ചേച്ചിനെ കൊണ്ട് പാടിപ്പിച്ചിരുന്ന പാട്ട് ഏതാ? അങ്ങനെയൊന്നുമില്ല. കൂടുതൽ എനിക്കും താല്പര്യം ക്ലാസിക്കൽ തന്നെയാണ്. കർണാട്ടിക് മ്യൂസിക്കാണ് താല്പര്യം. അത് 5 വയസ്സ് മുതലേ പുള്ളി പാടി തുടങ്ങിയപ്പോൾ തന്നെ. അപ്പൊ എന്റെ അച്ഛന് ക്ലാസിക്കൽ വലിയ ഇഷ്ടമായിരുന്നു. കുറെ കാസറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് കേൾപ്പിച്ച് പിന്നെ അതേപോലെ തന്നെ പാടി തുടങ്ങി. രാഗങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പൊ ആ 5-5.5 വയസ്സുള്ളപ്പോൾ തന്നെ 100 രാഗങ്ങളുടെ അടുത്തറിയാം. അപ്പൊ ഇതിന്റെയൊക്കെ പേരെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ എപ്പോ ആ രാഗം കേട്ടാലും ആ പേര് പറയും. അങ്ങനെയാണ്. ചെറുപ്പത്തിലെ തന്നെ. അച്ഛൻ അറിയായിരുന്നു എന്തായാലും സിനിമയിൽ പാടും വലിയ ഗായികയാവും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ക്ലാസിക് കർണാട്ടിക്കിലായിരുന്നു ഞങ്ങളുടെ കൂടുതൽ ശ്രദ്ധ. അപ്പൊ അതായത് ഫിലിമിന്റെ പുറകിൽ പോയില്ല. അത് എപ്പോഴെങ്കിലും വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും കച്ചേരി ആയിട്ടാണ് ഈ 2013 വരെ ഈ വിജയ് അറിഞ്ഞു തുടങ്ങിയത്. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ വിജയലക്ഷ്മി ചേച്ചി പാടിയതില്? അങ്ങനെയൊന്നുമില്ല. അതിന് സംഗീതത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെയല്ല. ചില രാഗങ്ങൾ ചിലവർക്ക് ഫേവറേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ പാട്ടില് കൂടുതൽ എനിക്ക് മെലഡിയാ ഇഷ്ടം. കാരണം ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ മറ്റേ അടിച്ചുപൊളി വേണ്ട എന്നുള്ളതല്ല, കൂടുതൽ താല്പര്യം അതിനോടാണ്. ഒറ്റയ്ക്ക് പാടുന്ന ഭൂമിയിലൊക്കെ. അതെ, ഒറ്റയ്ക്ക് പാടുന്ന ഭൂമിയിലെ കാറ്റേ. എന്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. എന്നെ എപ്പോഴും കേൾക്കുന്ന പാട്ടതാ. അച്ഛന്റെ പേര് ദാസൻ എന്നാണ്. അമ്മയുടെ പേര് ശീല. എന്നാലും അച്ഛന് ഞങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ വിടൂല. അച്ഛന് കുറെ പാട്ട് പാടിയിരുന്നു പണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. വിജയലക്ഷ്മി ചേച്ചി അച്ഛനും മോളും തമ്മിൽ നമുക്കൊരു ഒരു ഡ്യുവറ്റ് പാടി തരുമോ? എനിക്കറിയാൻ ഒന്നറിയില്ല, അക്ഷരങ്ങളൊന്നും ഇതൊന്നുമില്ല. എന്നാ തുടങ്ങിപ്പോ തുടങ്ങണം. ഏത് സുഖില? കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നു. ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. ശ്വാസമൊന്നും എന്നെ ശ്രുതിയായിരുന്നു. ഈശ്വര, നിങ്ങൾ അച്ഛനോ മോളുമായിട്ട് ഇങ്ങനെ ഡ്യൂറ്റ് ഒക്കെ പാടാറുണ്ടോ? ചിലപ്പോ ഇതിപ്പോ ഈ പാട്ട് ഇവിടെ നമുക്ക് ഈ പ്രോഗ്രാം ഒക്കെ പോയാൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നേരമൊന്നുമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ
അച്ഛന് ഏറ്റവും വിജയലക്ഷ്മി വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഏറ്റവും സന്തോഷം തോന്നിയ ദിവസവും സമയം ഏതായിരുന്നു? അങ്ങനെ ഇതിപ്പോ സംഗീതത്തിൽ ഇത്ര ഒരു ഞാനോ ഇത്ര ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, പിന്നെ അവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതിയല്ലോ, അതാണ്. ഓക്കെ, താങ്ക് യു അച്ഛോ, പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു വിജയലക്ഷ്മി ചേച്ചിയുടെ ഈ ജീവിതത്തിൽ ഭയങ്കര വലിയ ഇമ്പോർട്ടൻ്റ് റോളാണ് അച്ഛൻ വഹിക്കുന്നത്, എനിക്കറിയാം. അപ്പോൾ ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ചേച്ചി, അത് നമ്മളെ നിർത്തിയത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കൂടെ പാടണം, ഡ്യൂറ്റ് പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഗായകരാണ്. ഇനി ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ പാടണം എന്ന് ആഗ്രഹമുണ്ടോ? ഇളയരാജ സാർ, AR റഹ്മാൻ സാറ്, ശരത് സാറ്, വിദ്യാസാഗർ സാറ്, പിന്നെ M ജയന്ദ്രൻ സാറിന്റെ ഔസേപ്പച്ച സാറിന്റെയും കൂടെ പാടിക്കൊണ്ടേ ഇരിക്കുക, കുറെ പാടുക. ശരത് സാറിന്റെ കാര്യം പറയുമ്പോഴാണ്, ശരത് സാറിന്റെ ഒരു കിഡ്ഡം പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കിയപ്പോൾ ചേച്ചി ഇംപ്രവൈസ് ഒക്കെ ചെയ്ത് പാടിയാക്കുന്നതൊക്കെ കേട്ടായിരുന്നു. നമ്മളെ ശ്രീരാഗമോ, നമുക്ക് ഒന്നുകൂടെ കേൾക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ. പിന്നെ MG ശ്രീകുമാർ സാറും മ്യൂസിക് ഡയറക്ഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതെ അതെ, സാറിനെ കാണുമ്പോൾ ചേച്ചി ചോദിക്കാറുണ്ടോ സാറിന്റെ കൂടെ നമുക്കൊന്ന് പാടിയാ കൊള്ളാന്ന് ആഗ്രഹം? പറയാറുണ്ട്, പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. സാറെന്താ പറയാ? അപ്പൊ അതിന് നമുക്ക് പാടാ മതി. ഇപ്പൊ ശരത് സാറിന്റെ ശ്രീരാഗമോ നമുക്ക് കേൾക്കാൻ പറ്റുമോ? അനുപോലെ കേട്ട് തുടങ്ങണോ? ഇങ്ങനെ അങ്ങനെ വേണമെങ്കിൽ പാടി കഴിച്ചു സ്വരവും കേട്ട് തുടങ്ങാം. ധനിതാ പമ പദനിതാ പമ ഗരി ഗമ പദനി സനി മഗരി സനി ദ പമ ഗരി ഗമ പദ സരി ഗമ പനി സരി ഗമ പക്കല സരി ഗമ പ ധനി ദ പദ ധനി ഗരി നി ദ മഗരി സരി ഗമ രി ഗമ പ ഗമ പദ മപദനി ഗരി രിസ സനി നിദ ദപഗരി രിസ സനി നിദ ദപഗരി രിസ സനി നിദ ദപഗരി സനി ദപ സരി ഗമ പരി ഗമ പദ ഗമ പദനി ഗരി സനി ദരി സ നിദ പ സനി ദ പദ രി ഗമ പദ സരി ഗമ പനി സ രി ഗമ പക്കാല പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോട് കെഞ്ചി ഒരു നാട്ടു മാങ്കനി വീഴ്ത്തുവാൻ ഇനിയും ഈ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അടിപൊളി, കണ്ണൊക്കെ നിറയുന്നു. അടിപൊളിയായിട്ട് പാടി ചേച്ചി, കൊള്ളാം, സൂപ്പർ. ഇനി ചേച്ചിയുടെ പാട്ടിന്റെ സ്കില്ല് പോലെ തന്നെ ചേച്ചിക്ക് മിമിക്രിയുടെ സ്കില്ല് പോലെ വേറൊരു സ്കില്ലും കൂടെ ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്. എക്കോ ഇട്ട് പാടാൻ പറ്റും അല്ലേ? അത് ഇറക്കാൻ പറ്റുമോ ചേച്ചി? ഇപ്പൊ ഇറക്കാവേ. ഇപ്പൊ ഹലോ 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 ഓക്കെ പനന്ദത്തെ പൊന്നാരത്തെ പൂമുത്തെ പനന്ദത്തെ പൊന്നാരത്തെ പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളെ. അടിപൊളി. ഇതുപോലെ ഞാൻ വേറെ ഒരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടായി. അതായത് ഒരു നോർമൽ സോങ് ഇങ്ങനെ പാടും, എന്നിട്ട് അതിപ്പോ കർണാട്ടിക് സ്റ്റൈലിലാണെങ്കിൽ എങ്ങനെ പാടും എന്നുള്ള കാര്യം ഇറക്കാൻ പറ്റുമോ? അത് കൂടെ കേൾക്കാൻ ചേച്ചി. നമ്മുടെ മലമപ്പിത്ത ഇല്ലേ, മലമപ്പിത്ത, മറ്റേതൊക്കെ എല്ലാരും പാടുന്നത്. മലമപ്പിത്ത പിത്തേ മലമപ്പിത്ത പിത്തേ മലപിത്ത പിത്തേ മലമപ്പിത്തേ. ഇത് ക്ലാസിക്കൽ പാടുവാണെങ്കിൽ
മലമ പിത്ത പിത്ത ദേ മലമ പിത്ത പിത്ത ദേ മലമ പിത്ത പിത്ത ദേ മല പിത്ത ദേ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ആൻഡ് ഇനി വേറെ ഉണ്ടൊരു കഴിവ്, അധികം ആർക്കും അറിയാത്തൊരു സാധനം, അത് ഞാൻ കണ്ടു കഴിഞ്ഞു. പാരഡിയും പാടും നമ്മൾ. ഒരു കൈ വേണമെങ്കിൽ പാരഡിയിൽ നമ്മൾ കൈ വെക്കും. പാരഡി ഒരെണ്ണം പാടി, ഇനി ഒരെണ്ണം പാടാം. അന്തിപ്പൻ വെട്ടം. അപ്പൊ അച്ഛൻ മകൻ അച്ഛനെ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ ഷാപ്പിലിരിക്കുക. അപ്പം ഷാപ്പിൽ ചെന്നപ്പോഴത്തേക്കും അച്ഛൻ മകനോട് പറയും വീട്ടിൽ പോടാന്ന് പറയും. അപ്പൊ അത് കേൾപ്പിക്കാവേ. അതായത് അന്തിക്കള്ളല്ലേ ഷാപ്പിൽ ചെന്നപ്പോൾ ഷാപ്പിന്റെ തെക്കേ മൂലം അച്ഛൻ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ്. അന്തിക്കള്ളല്ലേ ഷാപ്പിൽ ചെന്നപ്പോൾ, അന്തിക്കള്ളല്ലേ ഷാപ്പിൽ ചെന്നപ്പോൾ, ഷാപ്പിന്റെ തെക്കേ മൂലയിൽ അച്ഛനിരിക്കുന്നു, സ്വന്തം അച്ഛനിരിക്കുന്നു. അച്ഛൻ മകനോട് എന്ത് പറയും? പോടാ വീട്ടിൽ പോടാ വീട്ടിൽ പോടാ വീട്ടിൽ പോടാ 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 വീട്ടിൽ പോടാ വീട്ടിൽ പോടാ പോ പോടാ വീട്ടിൽ പോടാ വീട്ടിൽ പോടാ വീട്ടിൽ പോടാ 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 വീട്ടിൽ പോടാ വീട്ടിൽ പോടാ പോ. ഇതൊക്കെ ചേച്ചിക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? ഇത് പണ്ട് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പണ്ട് ഞാനും നമ്മുടെ അമ്മായിയുടെ മകൻ ഉണ്ണി ആലപ്പുഴയുള്ള, ഞങ്ങൾ രണ്ടും കൂടി ഇതാ പരിപാടി. നിങ്ങളുടെ സൃഷ്ടികളാണോ ഇത്? അതെ, ഞാൻ ധനലക്ഷ്മി ഉണ്ട് കൊച്ചിയിൽ. അയ്യോ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്കുണ്ടാക്കി പാട്ടത്? അത് കൊള്ളാലോ. മിമിക്രി, പാരഡി, പാട്ട്, ഇനി വേറെ എന്തൊക്കെയുണ്ട് നമ്മളുടെ ഉള്ളിൽ അറിയാൻ കിടക്കുന്ന കഴിവ്? ഇതൊക്കെയാണല്ലേ. പിന്നെ അച്ചാർ, പിന്നെ നമുക്ക് പൂച്ച മീനാ നമ്മളുടെ അല്ലേ? ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൂച്ചയുടെ സൗണ്ടിലെ സംസാരിക്കുള്ളൂ. ദാസേട്ടനൊക്കെ ഫോൺ ചെയ്താൽ പൂച്ചയുടെ സൗണ്ടിലെ സംസാരിക്കുക. അതെങ്ങനെ സംസാരിക്കുക? ദാസേട്ടനാണെങ്കിൽ അപ്പൊ ഞാനും അതുപോലെ പറയും. എം ജയേന്ദ്ര സാറും അതുപോലെ തന്നെ. ഓർമ്മയുണ്ടോ എം ജയചന്ദ്രൻ സാറിന് വേണ്ടി ആദ്യം നമ്മൾ പാട്ട് പാടിയതും സ്റ്റുഡിയോയിൽ ചെല്ലുന്നതും? പിന്നെ പറയാൻ പറ്റുമോ എന്നെ സംഭവമായിരുന്നു. എത്ര സമയം എടുത്തു നമ്മളുടെ ആദ്യത്തെ പാട്ട് പാടാൻ? 1 മണിക്കൂറും കൊണ്ട് എടുത്തു തോന്നുന്നു. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പാടി തീർത്തിട്ട് ഇറങ്ങി പോകുന്നു. ഞാൻ തോന്നുന്നു. ആണോ? എം ജയചന്ദ്രൻ സാർ എന്താ പാടി കഴിഞ്ഞിട്ട് പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് കമന്റ് എന്തായിരുന്നു? ചുമ്മാ തമാശ. സാറും ഒരു കോമഡി ആയിരുന്നു. ഇങ്ങനെയാണോ സദയൊക്കെ പാടുന്നത്? ഒരുമാതിരി എന്തോന്ന്. സാർ എങ്ങനെ ചേച്ചിനെ പറ്റി ആദ്യം അറിയുന്നത്? ആക്ച്വലി ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോ ആദ്യം ഇവിടെ ഞങ്ങൾ ഫോണിൽ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ആദ്യം 2005 ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പരിപാടിക്ക് പോയി പരിചയപ്പെട്ടു. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗിൾ ഗസ്റ്റായിട്ട് ഗായത്രി വീണ വായിക്കാൻ പോയി. രണ്ടാമത് ഒന്നുകൂടി പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ സാറിന്റെ വീട്ടിൽ പോയി സാർ ഇവിടെ വന്ന്, കമൽ സാർ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് വന്നില്ല ഇവിടെ. എന്തോരം ലെജൻഡറി ആർട്ടിസ്റ്റുമാർ ഇവിടെ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പാട്ട് റിലീസ് ആയതിനു ശേഷം എത്ര പേര് ചേച്ചിനെ വിളിച്ച് സംസാരിച്ചു? മമ്മൂക്കയൊക്കെ വിളിച്ച് അഭിനന്ദിച്ചു. മമ്മൂക്ക, മിൻമിനി ചേച്ചി, പി ജയേന്ദ്ര സാറ്, ജയസൂര്യ ചേട്ടൻ, എത്ര പേരല്ലേ, ഒരുപാട് പേരുണ്ട്. ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛനാണ് പറഞ്ഞു ഇതുവഴി പോകുമ്പോ ഒക്കെ, അതായത് വൈക്കം ടച്ച് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. കഴിഞ്ഞ വൈക്കത്ത് ടെമ്പിളിൽ വന്നപ്പോൾ ജയസൂര്യ ചേട്ടനൊക്കെ ഇവിടെ വരാറുണ്ട്. വന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ചേച്ചിക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 3 പേരുടെ അടുപ്പുള്ള ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെ? എന്നെ കൺഫ്യൂഷൻ ആവുമല്ലോ, എല്ലാവരും ഇഷ്ടം, ആരെയും മാറ്റാൻ പറ്റിയില്ല. ദാസേട്ടൻ എന്താ വിളിക്കുന്നത്? വിജി എന്നാണ് വിളിക്കുന്നത്. വിജി എന്നാ വിളിക്കുന്നത്. വിജി വൈക്കമേ എന്നാ വിളിക്കുക. വൈക്കമേ എന്നാ വിളിക്കുന്നത്. വിജിക്കുഞ്ഞേ അങ്ങനെയും വിളിക്കും. ഓക്കെ. ഇനി ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇപ്പൊ ഇത്രയും സിനിമയിലൊക്കെ പാടി എല്ലാവർക്കും ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമാണ്, അവാർഡൊക്കെ കിട്ടി, ഇപ്പൊ കേരളശ്രീയൊക്കെ കിട്ടി. ഇനി എന്താ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇനി ഇപ്പൊ പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സിനോട് പാടുക, പാടിക്കൊണ്ടേയിരിക്കുക, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കാഴ്ചയുടെ കാര്യങ്ങൾ പ്രധാനം. എന്തായി? അത് മരുന്ന് കഴിച്ചോണ്ട്, അമേരിക്കയിലെ മരുന്ന് കഴിച്ചോണ്ട് ഇപ്പൊ റെറ്റിനയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹാപ്പി ആവും ചേച്ചി. അപ്പൊ ഒന്നുകൂടി നമുക്കും ഹാപ്പി ആകും. ശരി, എല്ലാവർക്കും അതല്ലേ ഈ പറഞ്ഞ പോലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ അച്ഛനൊക്കെ പണ്ട് മിൻമിനിയുടെ സൗണ്ട് ഒക്കെ പോയ സമയത്ത് മിൻമിനിക്ക് വോയിസ് കിട്ടാൻ വേണ്ടി അച്ഛനൊക്കെ വഴിപാട് നേർന്നിട്ടുണ്ട് ഗുരുവായൂർക്കൊക്കെ. അതുപോലെ തന്നെ ചേച്ചിന് ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടിട്ട് എത്ര പേര് പുറത്തു നിന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് ഒരു സന്തോഷമല്ല. ഒരു ബ്ലഡിന്റെ റിലേഷൻ പോലും ഇല്ലാതെ കുറെ ആൾക്കാർ പുറത്തുനിന്ന് നമ്മൾക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവാർഡ് കിട്ടുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അവര് സ്നേഹിക്കുന്നു. അതെ അതെ, അതിന് സന്തോഷമല്ലേ. ചേച്ചിക്ക് ഇതുപോലെ ഞെട്ടിച്ച് കളഞ്ഞ ഇതുപോലെ എന്തെങ്കിലും ഫാൻസിന്റെ അല്ലെങ്കിൽ ആരാധകരുടെ കത്തോ അല്ലെങ്കിൽ ഫോൺ വിളിയോ ഒക്കെ ഇങ്ങനെ വരാറുണ്ടോ? ഫോൺ വിളി ഇപ്പോഴും വരാറുണ്ട്. പിന്നെ മാളച്ചേട്ടൻ ഇപ്പൊ മമ്മൂക്കയുടെ ഒക്കെ വിളിച്ച് അത്ഭുതപ്പെട്ടു പോയി.
മമ്മൂക്ക നെടുമുടി സാറ്. ആഹാ. അതെ അതെ. മമ്മൂക്ക വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? പാട്ട് കേട്ടു, വളരെ നന്നായിട്ടുണ്ട്. ആദ്യം ഞാൻ ഒച്ചയെടുപ്പ് എന്താരാണ്, ഞാനൊരു നടൻ സിനിമാറിന അച്ഛനോട് പറഞ്ഞേ, അച്ഛനെ ഫോൺ എടുത്തപ്പോ സിനിമാറിന മമ്മൂട്ടി എന്ന് പറയും. ഇതുപോലെ നമ്മള് ജാനകി അമ്മേനെ മീറ്റ് ചെയ്തപ്പോ ഉണ്ടായ സംഭവം എന്താ? ജാനകി അമ്മേനെ എപ്പോഴാണ് മീറ്റ് ചെയ്തത്? ആദ്യമായിട്ട് സർവാണി സംഗീത സഭ ചെന്നൈയില്. അത് ഏത് വർഷമായിരുന്നു? 99 നമ്മളുണ്ടായിരുന്നു. അതിന് ശേഷമാണ്. അപ്പം സൂര്യകാന്തി എന്നുള്ള പാട്ട് ഗായത്രി വീണയെ വായിച്ചപ്പം മേഡത്തിന് സന്തോഷം, ജാനകി അമ്മയ്ക്ക് സന്തോഷമായി. എന്നെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു, ജാനകി അമ്മയോട് പോരാനൊക്കെ പറഞ്ഞു. ജാനകി അമ്മയുടെ വീട്ടിലേക്കൊക്കെ പോരാൻ പറഞ്ഞു അല്ലേ കണ്ടിട്ട്. ഇനി ആരെങ്കിലും മീറ്റ് ചെയ്യാത്തതുണ്ടോ? സംഗീതജ്ഞരെല്ലാം ആരെങ്കിലും മീറ്റ് ചെയ്യാതെ ബാക്കിയുണ്ടോ? എല്ലാരെയും ഒറ്റമിക്കുന്നു കണ്ടിട്ടില്ലേ? ഇനി ആരാണ്? കുറെ പേരുണ്ടല്ലോ. ഇളയരാജ സാറൊക്കെ ഇല്ലേ? ഇനി കാണണം ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സംഗീതജ്ഞൻ ആരാ? ഇളയരാജ സാറ്, എ ആർ റഹ്മാൻ സാർ. എ ആർ റഹ്മാൻ സാറിനെ കണ്ടിട്ടില്ല? ഇല്ല, എന്ത് കഷ്ടമായി. എ ആർ റഹ്മാൻ സാർ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ നമ്മളെ പാട്ട് കേട്ടിട്ട്? എപ്പോഴെങ്കിലും വിളിച്ചിട്ടില്ല. വിളിക്കണമെന്നുണ്ട്. ഓക്കെ, വിളിക്കുമായിരിക്കും അല്ലേ? വിളിക്കട്ടെ. ഈ ഇന്റർവ്യൂ എങ്കിലും കാണുമ്പോൾ സാർ വിളിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചേച്ചി ഒരു കിഡിലൻ പാട്ട്, അതായത് ഐറ്റ് നമ്മളെ ഫാസ്റ്റ് നമ്പർ ഏതെങ്കിലും പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തെന്ന് പറയല്ലേ, ആൽബം വാട്സപ്പ് എന്നാണ് ആൽബത്തിന്റെ പേര്. ഒരു ടെലിഫിലിമാണ്, ഷോർട്ട് ഫിലിമാണ്. അത് പാട്ട് എഴുതിയത് എൻ്റെ മാമൻ, അച്ഛൻ്റെ അമ്മാവൻ്റെ മകൻ ഡോക്ടർ വിനോദ്. വിനോദ് മാമനാണ് പാട്ട് എഴുതിയത്, നമ്മ ട്യൂൺ ചെയ്തു. ചില്ലാട്ടമാടിയ കൊമ്പ് അതിൽ ചങ്ങാത്തം കൂടിയ വമ്പ്, ചില്ലാട്ടമാടിയ കൊമ്പ് അതിൽ ചങ്ങാത്തം കൂടിയ വമ്പ്, നമ്മൾ KMC മുറ്റത്തെ കൂട്ടം വീണ്ടും ഒന്നാവൻ വന്നല്ലോ വാട്സപ്പ്, നമ്മൾ KMC മുറ്റത്തെ കൂട്ടം വീണ്ടും ഒന്നാവൻ വന്നല്ലോ വാട്സപ്പ്. ഓ ചില്ലാട്ടമാടിയ കൊമ്പ് അതിൽ ചങ്ങാത്തം കൂടിയ വമ്പ്, ചില്ലാട്ടമാടിയ കൊമ്പ് അതിൽ ചങ്ങാത്തം കൂടിയ വമ്പ്. എന്താ ഈ മ്യൂസിക് ഡയറക്ഷൻ പകുതിക്ക് വെച്ച് നിർത്തിയ ഒരെണ്ണം കഴിഞ്ഞിട്ട് പിന്നെന്താ പിന്നെ നമ്മൾ ചെയ്യാന്? പിന്നെ അതെന്തോ ടൈം വന്നില്ല. പിന്നെ ഒരു സിനിമയില് അതൊന്നും ആയില്ലായിരുന്നു. ചേച്ചിക്ക് ആഗ്രഹമുണ്ട് ഈ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള മേഖലയിലേക്ക്? ആഗ്രഹമുണ്ട്, എന്നാലും ഇച്ചിരി പണിയാണ്. അത് ഇച്ചിരി കഷ്ടപ്പാടാണ്. അതാ ഒന്നുകൂടെ ഈസി. ശരിക്കും പറഞ്ഞാൽ അതാ ഈസി കിട്ടും. അതെ, അടിപൊളി. എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വേറൊരു കാര്യം, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വിക്കിപീഡിയയിൽ നോക്കിയപ്പോഴാണ് ഞാൻ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞത്. സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടല്ലേ? എന്റെ പൊന്നോ മതിയായി. 7 ദേശങ്ങൾക്കും അകലെ പിന്നെ പന്തള രാജകുമാരൻ. ഇങ്ങനെ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അയ്യോ എന്റെ പൊന്നോ. ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ താല്പര്യമില്ല? അതോട് കൂടിയിട്ട് താല്പര്യം പോയാ അഭിനയിച്ചപ്പോ? അത് ചേച്ചി അതങ്ങനെയാണ്, ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നടന്നു എടുത്ത് അങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ വെയിലത്തൊന്നും നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ബുദ്ധിമുട്ടാണ്, വീട്ടിലേക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ ആരെങ്കിലും കാണിച്ചു തന്നാ മനസ്സിലാകത്തൂല, പിടിച്ചൊക്കെ ചെയ്യണം. ഒരു ബുദ്ധിമുട്ട്. മഴ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു പുറത്ത് മഴ വരുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് മഴ വരുന്നു എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഈ മഴയുള്ള ഈ ഒരു സമയത്ത് ഒരു കിടിലൻ പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് ചേച്ചി വൈൻഡ് അപ്പ് ചെയ്യാം. ഏതെങ്കിലും പാട്ട് പാടിക്കാം. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം, കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം, പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. എംജിന്റെ പാടില്ലേ? പുറത്ത് മഴയും അകത്ത് ചേച്ചിയുടെ സംഗീത മഴയും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി മറക്കണ്ട, നമുക്ക് ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചിയുടെ ഇതുപോലെ തന്നെ സ്ക്രീനിൽ കേൾക്കാനും ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ. അതെ അതെ അതെ, എനിക്ക് ആഗ്രഹമുണ്ട്. ഭയങ്കര സന്തോഷം ചേച്ചിനെ പരിചയപ്പെടാൻ സാധിച്ചാലും. ഇത്രയും നാളെ നമ്മൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ചേച്ചിയുടെ ഒപ്പം പാട്ടൊക്കെ പാടിയപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം, വളരെ സന്തോഷം, പ്രിവിലേജ് ആക്ച്വലി. ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഓർമ്മിച്ച് വെക്കുന്ന ഒരു ദിവസമായിരിക്കും വന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അയ്യോ വേണുഗോപാൽ സാറിന് പേര് പറഞ്ഞു. ജി വേണുഗോപാൽ സാറിന്റെ കൂടെ പാടണമെന്നുണ്ട് കേട്ടോ. പാടണമെന്നുണ്ടല്ലേ? ദൈവമേ,
ഓക്കെ